നല്ല ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് കാഷ്വൽ കുർത്തിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഒരു പ്രൊഫൈൽ വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് 3 ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പിങ്ക്, അടുത്തത് വരുന്നത് ഒരു നല്ല വൈറ്റ്, പിന്നെ ഒരു ലാവൻഡർ കേട്ടോ. ഇത് ഡീറ്റെയിൽ പറയാനാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫാബ്രിക്കിലാണ്. സിമ്പിൾ ആയിട്ട്, അതായത് പ്ലെയിനിൽ നമ്മൾ ഇതുപോലെ സെൻട്രൽ ബോൾസും പിന്നെ നെക്കിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ട് നെക്ക് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് റെഡിമെയ്ഡ് കുർത്തീസ് കൂടുതലും അധികം അങ്ങനെ വൈഡിലൊന്നും വരാറില്ല. ബട്ട് ഇത് അതിൽ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്ക് പാറ്റേണിലാട്ടോ നമ്മളിത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഒക്കെ ആണെങ്കിൽ ഇത് കണ്ടോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ജക്കാർഡ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതിനകത്ത് നമുക്ക് ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സെന്ററിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ഷെയ്ഡിൽ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാം. ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ്, നല്ലൊരു കേരള ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ്. നല്ലൊരു കേരള ക്രീം ഷെയ്ഡ്. സെന്ററിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ലൂപ്സ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നെക്കിന്റെ പാറ്റേൺ കണ്ടോ, ഇതുപോലെ നെക്കിൽ ഇതുപോലെ നമ്മൾ നല്ലൊരു സ്ക്വയർ കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. നല്ല ഫ്ലോയിസ് എന്താ ഫാബ്രിക് പറയാനാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ഫാബ്രിക് ആണ്. നമുക്കത് യൂസ് ചെയ്യുമ്പോൾ മീൻസ് നമുക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നമ്മൾ നീറ്റ് ചെയ്യേണ്ട. ബട്ട് നല്ല ഫ്ലോയി ആയിട്ട് നന്നായിട്ട് കിടക്കും. എത്ര വേണമെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരിക്കലും അങ്ങനെ നശിച്ചു പോകത്തില്ല. എത്ര വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. സോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ താഴെ ഇതുപോലെ ഹെം ലൈനിൽ ക്രോഷോയുടെ ലേസിങ് കൊടുത്തിട്ട് ഇതുപോലെ ക്രോഷോ ലേസിങ് വരുന്നുണ്ട്. ഇതേ സെയിം ലേസ് പാറ്റേൺ നമ്മൾ സ്ലീവ്സിന്റെ എൻഡിലും കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. 1199 ആയിട്ട് പ്രൈസ് വരുന്നത്. സൈസ് വരുമ്പോഴത്തേക്കും 38 to 44 വരെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 46 വരുന്നില്ല, 44 വരെ. അടുത്ത ഷെയ്ഡ് ഇതേ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതെങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് വീഡിയോയിൽ ഒരുപക്ഷെ പ്ലെയിൻ ആയിട്ടായിരിക്കും കാണുന്നത്. ബട്ട് ഇതിനകത്തൊരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ക്ലോസപ്പിൽ കാണാം, ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സെൽഫ് ഡിസൈൻസ് പോയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലെയിനിൽ വരുന്നത്. എങ്ങനെയാണ് വരുന്നത് 38 to 44 1199. സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.